ആ കഴിഞ്ഞു. ഒരു 10 മിനിറ്റ്. വേണ്ട വേണ്ട, ഞാൻ വരാം. അർജു, ഞാൻ പോവാം. മെല്ലെ നിലാവിൻ്റെ തീരങ്ങളിൽ മൗനം തുളുമ്പുന്ന പാട്ടുമായി മഞ്ഞിൻ തണുപ്പുള്ളൊരോർമ്മയായി താനേ തലോടുന്നു നീ. പറയാൻ മറന്ന വാക്കുകൾ പകരം തരാം വിലോലമായി. പതിവായി വിരിഞ്ഞ പൂക്കളിൽ പതിയെ നിറയുന്നു നീ. മെല്ലെ നിലാവിൻ്റെ തീരങ്ങളിൽ മൗനം തുളുമ്പുന്ന പാട്ടുമായി. എന്താടാ അളിയ, നീ തിരക്കിലാണെന്നറിയാം. ഡിസ്റ്റർബ് ചെയ്തില്ല, സോറി. ഒരത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാണ്. ആ പറ, എന്താ കാര്യം? അളിയ, ചീത്ത പറയരുത് പ്ലീസ്. കാര്യം പറയടാ. എടാ, അതെ, ചിക്കായിട്ട് വൈബ് അടിക്കാൻ വന്നതാണ്. വഴിയിൽ വെച്ച് പെട്രോൾ തീർന്നു പോയി. നീ ഒന്ന് സഹായിക്കണം. ഗൂഗിൾ പേയിൽ ഒരു 500 ഉണ്ടെങ്കിൽ അയച്ചു തരൂ. ഞാൻ സാലറി കിട്ടുമ്പോൾ എന്തായാലും തിരിച്ചു തരാം. അല്ല, എപ്പോഴും പറയണ പോലെ അല്ല ഇത്. എന്തായാലും തിരിച്ചു തരും. മാനം പോണ കേസാണ്. പ്ലീസ് സഹായിക്കണം. നിനക്ക് 500 മതിയോ? എന്താന്ന്? എടാ, നീ ചിക്കായിട്ട് വൈബ് ചെയ്യാൻ പോകുന്നല്ലേ, 500 കൊണ്ടൊന്നും ആവോ? വേറെ കാശുവല്ലതും വേണോ? അതെ, സത്യം പറഞ്ഞാൽ റൂം എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പൈസ ഇല്ലാത്തതുകൊണ്ട് കാട്ടി പോവാന്നിരുതി. എൻ്റെ അക്കൗണ്ടിൽ ഒരു 15,000 കിടക്കുന്നുണ്ട്. ഞാനത് അയക്കാം, അക്കൗണ്ടിലേക്ക് അയച്ചേക്കാം. എടാ, നിനക്കെന്താ പ്രാന്തായ? നീ പോയി എൻജോയ്, കാശിട്ടേക്കാം. ഓ, ഓക്കെ, ശരി. ഇവനെന്താ പറ്റിയാവോ? പൈസ ഒന്ന് ഓയോ എങ്കിൽ ഓയോ, വായോ.
എടാ അവനെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. വന്നപ്പോൾ തൊട്ട് വലിയ മിണ്ടാട്ടമൊന്നുമില്ല. എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ശരിയാ പറഞ്ഞേ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അതെ. അല്ല അവനെന്തേ അങ്ങോട്ട് കണ്ടില്ലല്ലോ? അവനെ റൂമിലുണ്ട്. മുറിയിലോ? അയ്യോ, എന്തേ? എടാ ഒന്നാമത് അവനൊരു മനക്കരുത്തില്ലാത്ത ചെറുക്കനാ. അവൻ്റെ മട്ടും പോകാൻ കണ്ടിട്ട് ഡിപ്രഷനാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നീ ഒന്ന് ചെന്ന് നോക്കി, ബാക്കി ഞാൻ പരത്തിക്കോളാം. ചെല്ല് പോയി നോക്ക്. ഓയ് സർപ്രൈസ്. അയ്യേ എന്നാ പറ്റി? ബാ കേക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആജു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ വേറൊരു സംഭവം കൊണ്ടുണ്ട്. സർപ്രൈസ്. ഹാപ്പി ആയില്ലേ? എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? ഞാനിങ്ങനെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചിട്ട് കുറേ ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ബർത്ത്ഡേ എന്നൊക്കെ അറിയാറ്. അതിനാ ഞാനില്ലേ, നമുക്കിനി എല്ലാ വർഷവും അടിപൊളിയായിട്ട് ആഘോഷിക്കാം ഇതുപോലെ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. കൊള്ളാല്ലേ? ഡാ കഴിക്കാറായി. ഞാൻ വന്നോളാം, നീ പൊക്കോ. മതി. ആടെ എടാ മോനെ, നീ ഇത് ഏത് ലോകത്താ? വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ ഓരോരോ ചിന്തകൾ. അല്ല ഇതിന് മാത്രം ചിന്തിക്കാൻ എന്താ ഉള്ളേ? ഒന്നുമില്ല മാമ. അത് നോണ എന്തോ ഉണ്ട്. എടാ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ കാര്യം പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അത് തന്നെ, അല്ലാതെ ഇത് ഉള്ളിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? അതെ, നല്ല എരിവുള്ള മുളകൊടി ഇട്ടാണ്, വെറുതെ കണ്ണിലാക്കാൻ നിൽക്കണ്ട. എടാ നീ അവളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ നമ്മുടെ ലൈഫിലേ ആരും വിശ്വസിക്കരുത്. വിശ്വസിച്ചാ പോയി. നീ എന്താന്ന് പറ. എടാ അവളെ എനിക്ക് എന്തിഷ്ടായിരുന്നു. അവളെ ഞാൻ എങ്ങനെ കൊണ്ടുവരുന്നു എനിക്ക് അറിഞ്ഞൂടെ? എന്നിട്ടാണ് അവൾ എന്നോട് ഈ പണി ചെയ്തത്. എടാ അവൾ എന്ത് ചെയ്യുന്ന പറയുന്നേ? മടുത്തെന്ന്. അപ്പോൾ അവൾ ഇതിനെ നൈസായിട്ട് അങ്ങോട്ട് തേച്ചു അല്ലടാ മോനെ? അല്ലടാ, അത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സത്യത്തിൽ എന്താ സംഭവിച്ചത് നീ അത് പറ. ദേവ്,
നീ എന്ത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്റെ വീട്ടിൽ വിളിച്ച് സംസാരിക്കാം. അത് വേണ്ട അർജു, ഇതിന് മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. നമുക്കിതിവിടെ നിർത്താം. ഇല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മൾ ശത്രുക്കളെ പോലെ അടിച്ചു പിരിയും. അതിനേക്കാളും നല്ല ഇവിടെ അവസാനിപ്പിക്കുന്നേ. എടി, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്ത് ഉദ്ദേശിക്കുന്നത്? സാധാരണ എല്ലാവർക്കും ഉള്ള ഈ ബ്രേക്കപ്പ് പറയുമ്പോൾ പറയുന്ന കാരണങ്ങളൊന്നും വ്യക്തമാക്കൂല. ഇല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാവാത്ത കുറെ കാരണങ്ങൾ പറയും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഇഷ്ടങ്ങളും താല്പര്യവും ഇതൊന്നും യോജിച്ചു പോകുന്നില്ല അർജു. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് എനിക്ക് പറ്റുന്നില്ല. ഇതൊന്നും നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? ഞാനല്ലോ, നീയല്ലേ ഇങ്ങോട്ടൊന്നും ഇഷ്ടമാന്നൊക്കെ പറഞ്ഞത്. അത് ശരിയാ, എൻ്റെ ഭാഗത്തെ തെറ്റ്. അന്ന് നീ എനിക്ക് സപ്പോർട്ടീവായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ തമ്മിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിലോട്ട് ഹാപ്പി ആവുന്നില്ല. ഇതൊക്കെ എല്ലാവരും പറയുന്നല്ലേ, വേറെ എന്തെങ്കിലും ഉണ്ട് പറയും. അർജുൻ, ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. എനിക്ക് അരുണിനോട് എന്തോ ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്. നമ്മളൊരു റിലേഷൻ ഉണ്ടാകുമ്പോൾ വേറൊരാളോടൊരു കണക്ഷൻ തോന്നിയാൽ അതിൻ്റെ അടുത്ത് ആ റിലേഷൻ ഓക്കെ അല്ലെന്നല്ലേ? അപ്പൊ എന്തായിരുന്നു എൻ്റെ റോള്? അതുകൂടി ഒന്ന് പറഞ്ഞാട്ടെ. അപ്പം അതായിരുന്നു കാര്യം. അല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എത്ര നാളായി? 4 മാസം. എത്ര മാസം? 4. അത് പോട്ടറ വിട്ടുകളാ, നമുക്ക് വേറെ നോക്കാം. അത് പറയാളിപ്പ എനിക്ക് സഹിക്കാൻ പറ്റില്ല മാമ. ഷേ, നീ എന്താ കൊച്ചു പിള്ളേരെ പോലെ കരയണേ? നമുക്ക് ശരിയാക്കാന്നേ. ഞാൻ ഒക്കെ എല്ലാ കാര്യത്തിലുള്ള ഫ്രീഡം കൊടുത്താ. പക്ഷെ എന്റെ കരുതൽ കാരണം ചില കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് ചെയ്യണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനാണ് അവള്. നീ എന്ത് കാര്യം അവളോട് ചെയ്യണ്ടെന്ന് പറഞ്ഞേ? അതിപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഡ്രസ്സ് ഇടുന്ന തൊട്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവൾക്ക് അത് ഇഷ്ടപ്പെടൂല. അവളുടെ ഫ്രണ്ട്സൊക്കെ പറയണ ഞാൻ എന്തോ ഭയങ്കര ടോക്സിക് ആണ്, പോസിറ്റീവ് ആന്നൊക്കെയാ. ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കരുതൽ കാരണമല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അത് പോട്ടറ മോനെ, വിട്ടുകളാ കേട്ടോ. എടാ, 10 വർഷത്തെ പ്രേമം നല്ല വെടിപ്പിന് തേപ്പ് കിട്ടിയിട്ട് മാവൻ ഇപ്പോഴും കൂളായിട്ടിരിക്കുന്നില്ലേ? അത്രേ ഉള്ളൂ. നീ വിട്ടുകളാ, നമുക്ക് വേറെ സെറ്റാക്കാം. എടാ വേണ്ട, നീ അത് വിട്ടുകൂടി. അത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലാതെ പെണ്ണ് കിട്ടാനിട്ടല്ല. എടാ, നല്ല കിളി പോലത്തെ എത്ര പെമ്പിള്ളേരെന്റെ പുറകെ നടന്നിട്ടുണ്ടെന്ന് അറിയോ? അന്ന് ഞാനൊരു ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലേ ഇന്നിവിടെ കല്യാണപ്രായ ഒരു മോനോ മോളോ അവിടെ ഉണ്ടായിരുന്നേനെ കേട്ടോ. ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. എടാ, അവന് നല്ല സങ്കടമുണ്ട് കേട്ടോ. എനിക്ക് അന്നേ അറിയാനും സെറ്റ് ആവത്തില്ലെന്ന്. മാമൻ അവൻ്റെ ഒരു നേച്ചർ അറിയാമല്ലോ. അവൻ പെട്ടെന്നൊന്നും ആരോട് സെറ്റ് ആവത്തില്ല. അവൻ്റെ റൂംമേറ്റ് പയ്യന്മാരായിട്ട് പോലും അവൻ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. അവൻ റൂം മാറി ചെന്നതോ ഈ കൊച്ചിൻ്റെ ഫ്ലാറ്റിലേക്കാ. അവൻ ചെല്ലുമ്പോഴാണെങ്കിലോ ഈ കൊച്ചു വലിയൊരു ബ്രേക്കപ്പ് കണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പറയണ്ടല്ലോ. ആ സമയത്ത് അവൻ്റെ ഒരു സപ്പോർട്ട് കാരണം അവൾ മൂവ് ഓൺ ആയത്. അങ്ങനെ തോന്നിയൊരാട് പോവാം. പക്ഷെ ഞാൻ അവനോട് അപ്പോഴേ പറഞ്ഞതാ നീ സീരിയസ് ആക്കരുതെന്ന്. പക്ഷെ അവളാണെങ്കിൽ പുറത്ത് ജനിച്ച് വളർന്നൊരു കൊച്ചാ. രണ്ടുപേരുടെയും ജീവിത രീതിയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ? ആ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവനെ നമുക്കറിയാലോ. എന്തായാലും ഇവൻ എടുത്തേടി വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. അത് തന്നെ വലിയ ഭാഗ്യം. പണ്ടേ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് ടൂറിന് വിട്ടില്ല എന്നും പറഞ്ഞ് ഈ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് ചാടാൻ തുടങ്ങിയവൻ അവൻ. എടാ, എത്ര കാലമായില്ലേ നമ്മൾ 3 പേരും ഒരുമിച്ച് ഇങ്ങനെ കിടന്നിട്ട്? എടാ, നീ അത് വിട്ടുകളാ. ഇനി അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട. എടാ, ഒരാൾ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. വെറുതെ എന്തിനാടാ അങ്ങനെ ദേഷ്യവും വെറുപ്പൊക്കെ കൊണ്ട് നടക്കുന്നേ? ആ സമയത്തെ ബുദ്ധിമോശം കൊണ്ട് നമ്മൾ എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് പിന്നെ ഒരു കാലത്തും തിരുത്താൻ പറ്റാത്ത തെറ്റായിട്ട് മാറും. അനുഭവം കൊണ്ട് പറയാം, നീ അത് മറന്നേക്ക്. എടാ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? മറക്കാനും ക്ഷമിച്ച് ജീവിക്കാനൊക്കെ പറ്റുന്നവരല്ലേ നമ്മൾ? പിന്നെ എപ്പോഴെങ്കിലും നിനക്ക് കയ്യിൽ നിന്ന് പോകാൻ തോന്നുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ. എടാ, നിനക്കിവിടെ ഞാനും ഇവനൊക്കെ ഇല്ലേ? മാമ, എന്താടാ? എപ്പോഴെങ്കിലും മാമൻ ഞങ്ങളെ ഏറ്റെടുത്തത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? നീ എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, മാമൻ കല്യാണം പോലും കഴിക്കാൻ ഇത്ര നാൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ലേ?
ഇതുപോലെ രണ്ട് തലതെറിച്ചവന്മാരെ ഏത് നേരത്താണോ ഏറ്റെടുത്തെന്ന് മാവൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലേ? എടാ ഞാനിന്നിവിടെ ഒരു ആണൊരുത്തനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലേ അതൊക്കെ നിങ്ങളുടെ അച്ഛൻ കാരണമാണ്. അളിയനും ചേച്ചിയും നിങ്ങളെ രണ്ടുപേരും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അന്ന് നിനക്ക് 5 വയസ്സും ഇവന് 4 വയസ്സുമോ പ്രായം. ചെറിയ കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനതൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് കല്യാണം കഴിക്കാൻ ഇനി സമയമുണ്ടല്ലോ. ആദ്യം നിങ്ങളുടെ രണ്ടുപേരും കല്യാണം കഴിയട്ടെ, എന്നിട്ട് നോക്കാം. പേടിക്കണ്ട, കൊല്ലാൻ ആസിഡ് വയ്ക്കാമെന്നല്ല, എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. എന്താ അജു പറഞ്ഞോ. ദേവ്, നീ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് അധികം സമയം എടുക്കും. പക്ഷെ എനിക്കറിയാം എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. അതിപ്പോൾ ഞാൻ ജീവിച്ചു വന്ന രീതികളുടെയാണ്. നിനക്കറിയാലോ, എൻ്റെ അച്ഛനമ്മയൊക്കെ മരിച്ച എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ്. എന്നെയും ചേട്ടനെയൊക്കെ വളർത്തിയത് എൻ്റെ മാമനാണ്. എൻ്റെ ലൈഫിലൊരു പെൺസുഹൃത്തായിട്ടൊക്കെ ഏറ്റവും ക്ലോസ് ആവുന്നതൊക്കെ നീ വന്നതിന് ശേഷം. എനിക്ക് അമ്മയായിട്ട് അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഓർമ്മകളൊന്നുമില്ല. പക്ഷെ അന്ന് അമ്മ എനിക്ക് ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങൾ നീ ലൈഫിലേക്ക് വന്നതിന് ശേഷം ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ കാര്യത്തിൽ ഞാൻ അല്പം പോസിറ്റീവായിരുന്നു. നീ മോഡേൺ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ആളുകൾ നീ മോശമായിട്ട് നോക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കും. ഞാൻ ഓക്കെയാണ്.